ലതീഷ്, വെൽക്കം ടു യുവർ ഫാമിലി. ഇന്നത്തെ വീഡിയോ ഒരു Q&A വീഡിയോ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് എന്റെ ആൻസേഴ്സ്. നമുക്ക് നമ്മളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റി ചില സംശയങ്ങൾ ഉണ്ടാവാറില്ലേ? അങ്ങനെയുള്ള സംശയങ്ങളിൽ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള, ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള സംശയങ്ങളിൽ ഒരു 10 സംശയങ്ങളുടെ മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഞാൻ ഈ പ്രഗ്നൻസി ടൈമിലെ എല്ലാ സംശയങ്ങളും കൂടെ കൂട്ടിക്കലർത്തിയ ഒരു വീഡിയോ അല്ല ഇത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അവിയൽ പരുവത്തിലായി പോവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളിൽ 5 സംശയങ്ങളും അതിനുള്ള മറുപടിയും, അതുപോലെ തന്നെ കുഞ്ഞിന്റെ അനക്കത്തിനെ പറ്റി ചോദിച്ചിട്ടുള്ള 5 സംശയങ്ങളും അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അതിനിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പം തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, സൂര്യാസ് ലതീഷ്. ഈ ചാനലിന്റെ പേര് തന്നെയാണ് കേട്ടോ ഫേസ്ബുക്ക് പേജിനും. അപ്പൊ നിങ്ങൾ തീർച്ചയായും സെർച്ച് ചെയ്യില്ലേ? സെർച്ച് ചെയ്താൽ മാത്രം പോരാ, അതിലൊരു ലൈക്ക് ബട്ടണും കൂടി കൊടുക്കണേ. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള 5 സംശയങ്ങൾ എന്താണെന്ന് നോക്കാം. എപ്പോൾ മുതലാണ് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നത്? നമ്മളുടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നത് 6ാമത്തെ ആഴ്ച മുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ നമ്മളുടെ പീരീഡ് തെറ്റിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകാറില്ലേ? അപ്പോൾ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞ് പോകാന്ന് പറയുമ്പോൾ തന്നെ ഒരു 4ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ ആഴ്ചയായിരിക്കും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുക. അങ്ങനെ പോകുന്നതുകൊണ്ട് ഡോക്ടേഴ്സ് നമ്മളോട് പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞ് ചെല്ലാനായിട്ട് പറയും. കാരണം 6ാമത്തെ ആഴ്ച ആവണം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ആയി തുടങ്ങാൻ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഒരു മാസം കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറയുന്നതിന് കാരണം ഒരു 6ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ തീർച്ചയായും ഡോക്ടേഴ്സ് സ്കാനിങ്ങിലേക്ക് പോകും. കാരണം കുഞ്ഞിന്റെ ഹാർട്ട് അപ്പം ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ്? നമ്മളുടെ കുഞ്ഞിന്റെ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 110നും 160നും ഇടയ്ക്കായിട്ടായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിലാണ് കേട്ടോ. നമ്മുടെ പ്രഗ്നൻസി ടൈം മുഴുവനും ഈ ഒരു ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആദ്യത്തെ മാസത്തെ ഹാർട്ട് റേറ്റ് ആയിരിക്കില്ല കുഞ്ഞിന്റെ 2ാമത്തെ മാസത്തെ, അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് 2 ട്രൈമസ്റ്ററിലെ 2 ഹാർട്ട് റേറ്റ് ആണല്ലോ എൻ്റെ കുഞ്ഞിന്, അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നൊന്നും വിചാരിക്കരുത്. 110നും 160നും ഇടയ്ക്കാണ് കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് എങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് നോർമലാണ്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കാം. എങ്ങനെ നമുക്ക് കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് മനസ്സിലാക്കാം? നമുക്ക് നോർമലി കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ 2ാമത്തെ സ്കാനിങ്, അതായത് 2nd ട്രൈമസ്റ്ററിലെ സ്കാനിങ്ങിലും നമ്മുടെ 3rd ട്രൈമസ്റ്ററിലെ സ്കാനിങ്ങിലും മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് കാണാനായിട്ട് പറ്റൂ. അതായത് ബാക്കി സമയത്ത് നമുക്ക് നോർമൽ ചെക്കപ്പിലൂടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സൗണ്ട് നമ്മളെ ഡോക്ടേഴ്സ് കേൾപ്പിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെക്ക് ചെയ്യത്തുള്ളൂ. നമുക്ക് അതിന്റെ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. 2nd ട്രൈമസ്റ്ററിലെ സ്കാനിങ്ങിലും 3rd ട്രൈമസ്റ്ററിലെ സ്കാനിങ്ങിലും നമുക്ക് കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് കാണാനായിട്ട് പറ്റും. അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സ്കാനിങ് റിപ്പോർട്ടിലുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതിൽ BPM എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ വയറ്റിൽ കൈവെക്കുകയോ അല്ലെങ്കിൽ ചെവി ഓർക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുമോ, അത് ഫീൽ ചെയ്യുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രഗ്നൻസിയുടെ ആദ്യ സ്റ്റേജുകളിൽ പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളുടെ കുഞ്ഞിന്റെ ഹാർട്ട് എവിടെ ആയിരിക്കുക? നമ്മളുടെ കുഞ്ഞിന്റെ ബോഡിക്കുള്ളിലല്ലേ? നമ്മളുടെ കുഞ്ഞിന്റെ ബോഡി എവിടെ ആയിരിക്കുക? അമ്നിയോട്ടിക് ഫ്ലൂയിഡിനുള്ളിലല്ലേ? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എവിടെയാ? അമ്നിയോട്ടിക് സാക്കിനുള്ളിലാണ്. ഒരു സാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അവയവത്തിലാണ് ഈ ഒരു ഫ്ലൂയിഡ് ഉള്ളത്. ഈ ഒരു സാക്ക് എന്ന് പറയുന്നത് എവിടെയാ? യൂട്രസിൽ. യൂട്രസ് എന്ന് പറയുന്നത് കുറേ മസിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കും. അതുപോലെ ഈ മസിലുകൾ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ സ്കിൻ വരുന്നത്, അതായത് നമ്മുടെ വയറ് വരുന്നത്. അപ്പൊ പിന്നെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നമ്മൾക്ക് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ലേബറിനല്ലാതെ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് വേരി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾക്കറിയാലോ നമ്മുടെ കുഞ്ഞിന്റെ നോർമൽ ഹാർട്ട് റേറ്റ് 110നും 160നും ഇടയ്ക്കാണ്. എന്നാൽ നമുക്ക് കൺട്രാക്ഷൻ ഉണ്ടാവാറില്ല. അങ്ങനെ കൺട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ നമ്മളുടെ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കൺട്രാക്ഷൻ നമുക്ക് നമ്മുടെ നിന്ന് പോകുമല്ലോ, വിട്ടുമാറുമല്ലോ. അങ്ങനെ കൺട്രാക്ഷൻ മാറുമ്പോൾ ഈ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നോർമലിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തുള്ള ഈ ഒരു ഹാർട്ട് റേറ്റിന്റെ ഈ ഒരു വേരിയേഷൻ പേടിക്കേണ്ടതില്ല. അത് നോർമലി സംഭവിക്കുന്നതാണ്. കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് ലേബറിന് മുന്നേ ചെറിയ രീതിയിലൊക്കെ വേരിയേഷനൊക്കെ ഈ ഒരു ഹാർട്ട് റേറ്റിനുണ്ടാവാം. അതൊക്കെ തീർച്ചയായും നോർമലാണ്. കുഞ്ഞിന്റെ അനക്ക് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളിലേക്ക് പോകാം.
എന്ന് മുതൽ കുഞ്ഞിന്റെ അനക്കം കിട്ടിത്തുടങ്ങുമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നോർമലി നമുക്ക് 16 ആഴ്ചയ്ക്കും 25ാമത്തെ ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് കുഞ്ഞിന്റെ അനക്കം കിട്ടിത്തുടങ്ങുക. എന്നാൽ നമ്മൾ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആകുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുഞ്ഞിന്റെ അനക്കം മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ 25ാമത്തെ ആഴ്ച വരെ ആകാം നമുക്ക് കുഞ്ഞിന്റെ അനക്കം മനസ്സിലായി തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിന് മുന്നേ മനസ്സിലാവുന്നവരും ഉണ്ട്. എന്നാൽ നമ്മൾ രണ്ടാമതാണ് പ്രഗ്നന്റ് ആകുന്നത് എങ്കിൽ നമുക്ക് നമ്മളുടെ കുഞ്ഞിന്റെ അനക്കം ഒരു പക്ഷെ 13ാമത്തെ ആഴ്ചയാവുമ്പോഴേ മനസ്സിലാക്കി തുടങ്ങാൻ പറ്റും. വയറ്റിലുള്ള കുഞ്ഞ് ആക്റ്റീവ് ആണ് എങ്കിൽ ഹെൽത്തി ബേബി ആകുമോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് ആക്റ്റീവ് ബേബിനെ ഹെൽത്തി ബേബി എന്നാണ് പറയുക. അതായത് നമ്മളുടെ വയറ്റിൽ നമ്മളുടെ കുഞ്ഞ് നല്ല ആക്റ്റീവാണ്, നല്ലപോലെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പൂർണ്ണമായും ഹെൽത്തി ആയിരിക്കും. എന്ന് കരുതിയിട്ട് എനിക്ക് അനക്കം കുറവാണ്, എൻ്റെ കുഞ്ഞിന് ഹെൽത്തി ആയിരിക്കില്ല എൻ്റെ കുഞ്ഞ് എന്ന് കരുതിയൊന്നും പേടിക്കേണ്ട. കാരണം നമ്മളുടെ ബോഡി വലുതാണെങ്കിൽ, അതായത് നമുക്ക് നല്ല വണ്ണമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വയറിന് നല്ല വണ്ണമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാസൻ്റ യൂട്രസിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് അനക്കം കിട്ടുന്നതെന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് ബേബി മൂവ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ കുഞ്ഞ് രാത്രി മാത്രമേ നന്നായിട്ട് അനങ്ങുന്നുള്ളൂ, ഇത് പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് പേടിക്കേണ്ടതൊന്നുമില്ല കേട്ടോ. കുഞ്ഞിൻ്റെ അനക്കം അത് പല സമയത്താണ് പലർക്കും അനുഭവപ്പെടാറ്. അത് മാത്രമല്ല, നമ്മൾ രാത്രി എന്ന് പറയുമ്പം നമ്മളുടെ ബോഡി ഫുൾ റെസ്റ്റിലാണ്, നമ്മുടെ ബോഡിക്ക് ഒരു ആക്ടിവിറ്റിയും ഇല്ല. അതുപോലെ നമ്മൾ പകൽ എന്താണെന്ന് നമ്മൾ നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് എന്താണ് ഒരു തൊട്ടിൽ കിടക്കുന്ന ഫീലായിരിക്കും. അപ്പോൾ എന്താണ് നമ്മളുടെ കുഞ്ഞ് അതിൽ കിടന്ന് വയറ്റിൽ കിടന്ന് ചിലപ്പോൾ നല്ല ഉറക്കമാകും. അതുകൊണ്ട് തന്നെ പകല് കുഞ്ഞ് അനങ്ങുന്നില്ല, അനക്കം വളരെ കുറവാണ്. രാത്രിയിലാണെങ്കിൽ കുഞ്ഞ് നല്ലപോലെ അനങ്ങുന്നുണ്ട് എങ്കിൽ കുഞ്ഞിന് നല്ല അനക്കമുണ്ട്, കുഞ്ഞ് നല്ല വളർച്ചയുണ്ട്. അതൊന്നും ഓർത്ത് പേടിക്കേണ്ടതില്ല. പലർക്കും പല രീതിയിലാണ്, പല സമയത്താണ് ഈ അനക്കം കിട്ടുക. അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് അനക്കം, രാത്രി നല്ലപോലെ അനങ്ങുന്നുണ്ട്, പകല് ചെറുതായിട്ടേ ഉള്ളൂ, അങ്ങനെയൊന്നും കരുതി പേടിക്കേണ്ട. ഇത് രണ്ടും നോർമലാണ്. എല്ലാ ദിവസവും കുഞ്ഞ് അനങ്ങാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. 20ാമത്തെ ആഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിന് എല്ലാ ദിവസവും അനക്കം ഉണ്ടാവും എന്ന് കരുതി എല്ലാ ദിവസവും കുഞ്ഞ് ഭയങ്കരമായിട്ട് അനങ്ങും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതായത് ചില ദിവസം കുഞ്ഞ് നല്ല എനർജൈസ്ഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ചില ദിവസം നമുക്ക് നല്ല ഇടിയും ചവിട്ടും ഒക്കെ കിട്ടും. എന്നാൽ ചില ദിവസം നമ്മളുടെ കുഞ്ഞ് നല്ല ഉറക്കമാവും, അങ്ങനെ മടി പിടിച്ചിരിക്കും. അങ്ങനെ മടി പിടിക്കുന്നതുകൊണ്ട് എന്താണ്, കുഞ്ഞിൻ്റെ അനക്കം കുറവായിരിക്കും. അവൻ ഇടയ്ക്കൊന്ന് അനങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ആ മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട. ഇത് രണ്ടും നോർമലാണ്. കുഞ്ഞ് ഇടയ്ക്ക് അനങ്ങും, അതായത് കുഞ്ഞ് ഇടയ്ക്ക് ഒരുപാട് അനങ്ങും, ഇടയ്ക്ക് ഇത്തിരി മാത്രമേ അനങ്ങുള്ളൂ. പക്ഷെ നമ്മൾ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു 10 വട്ടം കുഞ്ഞ് മര്യാദയ്ക്ക് അനങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് നോർമലായിരിക്കും. എന്നാൽ 26ാമത്തെ ആഴ്ച ആയിട്ടും നിങ്ങൾക്ക് അനക്കം കിട്ടി തുടങ്ങുന്നില്ല, നിങ്ങളുടെ കുഞ്ഞ് അനങ്ങുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുക. 26ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് കുഞ്ഞ് നല്ലപോലെ അനക്കം നമുക്ക് മനസ്സിലായി തുടങ്ങുന്ന സമയമാണ്. പ്രഗ്നൻസി മുഴുവനും കുഞ്ഞ് ഒരുപോലെയാണോ അനങ്ങുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മളുടെ കുഞ്ഞ്, അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കുഞ്ഞ് ഓടിക്കളിക്കുമായിരിക്കും. കുഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന്, കാരണം കുഞ്ഞിന് കളിക്കാൻ അതിൽ ഒരുപാട് സ്ഥലമുണ്ട്, കുഞ്ഞ് ഇഷ്ടം പോലെ ചവിട്ടും കുത്തും ഒക്കെ നമുക്ക് തരും. കുഞ്ഞ് നല്ല ആക്റ്റീവ് ആയിരിക്കും ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന സമയത്ത്. തേർഡ് ട്രൈമസ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിനപ്പം അനങ്ങാനായിട്ട് അധികം സ്ഥലം കാണില്ല, എന്നാൽ ആ സമയത്ത് കുഞ്ഞ് നല്ല ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ കുഞ്ഞ് അനങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ പെയിനൊക്കെ തോന്നാറുണ്ട് വയറ്റിൽ. അതുപോലെ തന്നെ കുഞ്ഞിപ്പം എന്താ പറയുക, കുഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയുന്ന ആ ഒരു അവയവം ഉണ്ടല്ലോ, അത് കുഞ്ഞ് ഇത്തിരി വലുതായി കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു അവയവം വലുതാവുക. അപ്പോൾ ആ ഒരു അവയവം വലുതാവുന്ന വരെയുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് കുഞ്ഞിന് അനങ്ങാനുള്ള ആ ഒരു സ്ഥലം കുഞ്ഞിനില്ലായിരിക്കും. കുഞ്ഞൊരു പരിമിതമായ ഒരു സ്ഥലത്തായിരിക്കും കിടക്കുക. പിന്നെ കുഞ്ഞ് വലുതാവും, ആ ഒരു അവയവവും കുറച്ചും കൂടെ വലുതാവും. അങ്ങനെയാണ് അത് വലുതായിക്കൊണ്ടിരിക്കുക. അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചില ആഴ്ചകളിൽ കുഞ്ഞിന് എന്താ പറയുക, അനങ്ങാനും മാത്രമുള്ള ആ ഒരു സ്ഥലം നമ്മുടെ ആ ഒരു അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയുന്ന ആ ഒരു അവയവത്തിനുള്ളിൽ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ ട്രൈമസ്റ്ററിൽ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിലെ പോലെ കുഞ്ഞ് അനങ്ങുന്ന ഫീല് അതുപോലെ തന്നെ കിട്ടണം എന്നില്ല. ആ ഒരു ഫീല് മാറി മാറി വരും. അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് കുഞ്ഞ് ഇടിക്കുന്ന പോലെയൊക്കെ ചവിട്ടുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ മുഴച്ചായിരിക്കും വരിക. അതായത് കുഞ്ഞിന് ആ സമയത്തെന്ന് വെച്ചാൽ അനങ്ങാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, കുഞ്ഞ് വലുതായി അത് കഴിഞ്ഞിട്ടായിരിക്കും സാക്ക് വലുതാവുക, പിന്നെയും കുഞ്ഞ് വലുതാവും, പിന്നെ ആ ഒരു സാക്ക് അവയവം വലുതായിക്കൊണ്ടിരിക്കും. അപ്പം ചില ആഴ്ചകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ചില ആഴ്ചകളിൽ കുഞ്ഞിന് അനങ്ങാനുള്ള സ്ഥലം അവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മുഴച്ചായിരിക്കും വരിക. പിന്നെന്ന് വെച്ചാൽ കുഞ്ഞ് ഒരു തേർഡ് ട്രൈമസ്റ്ററിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ, അതായത് നമ്മുടെ ഡെലിവറിയുടെ അടുത്തൊക്കെ എത്തുമ്പം കുഞ്ഞെന്ത് ചെയ്യും,
തിരിഞ്ഞു വരും. നമ്മുടെ വയറ് കിടന്ന് അത് ഇങ്ങനെ തിരിഞ്ഞു വരും. അപ്പം അങ്ങനെ തിരിഞ്ഞു വരുമ്പം ചില ഭാഗത്ത് മുഴച്ചു വരും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം നമ്മുടെ അടിവയറ്റിലായിരിക്കും മുഴച്ചു വരിക ആദ്യം. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വയറിന്റെ മോൾ ഭാഗത്തായിരിക്കും മുഴച്ചു വരിക. അപ്പോൾ അയ്യോ കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നു, അപ്പം ഇപ്പം എന്താ മേളിലുള്ളത്, താഴെ ഇല്ലല്ലോ, അങ്ങനെയൊന്നും കരുതണ്ട. കാരണം ഈ ഒരു പ്രഗ്നൻസി അടുത്ത് വരുമ്പോൾ കുഞ്ഞ് തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു വരുമ്പം കുഞ്ഞ് അനക്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് പല സ്ഥലത്തായിരിക്കും. ഇന്ന് കിട്ടുന്നിടത്തായിരിക്കില്ല നാളെ കിട്ടുന്നത്. അതുപോലെ കുഞ്ഞ് മുഴച്ച് വരുന്നത്, അതായത് കുഞ്ഞിന്റെ കൈയും കാലും ഒക്കെ ഇട്ട് നമ്മളുടെ വയറ്റിലിട്ട് കുത്തുമ്പോൾ നമുക്കവിടെ ഒരു മുഴപ്പ് പോലെ വരും. അതുപോലെ തലയൊക്കെ വന്ന് നമ്മളുടെ വയറിന്റെ മേലിങ്ങനെ അമുങ്ങും കുഞ്ഞിന്റെ. അപ്പോൾ അവിടെ ഇങ്ങനെ മുഴച്ച് വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു ഫീലാണ്. നമുക്ക് വയറിൽ തൊടുമ്പം നല്ലൊരു ഫീലാണ് കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കാൻ നിൽക്കരുത്. കാരണം കുഞ്ഞ് കറങ്ങി വരുമായിരിക്കും. നമുക്കറിയാലോ കുഞ്ഞിന്റെ തല താഴെ വരണ്ടേ ലേബർ ആവുന്ന സമയത്ത്. അപ്പൊ അവൻ ആ ഒരു ലേബറിന് അവൻ പുറത്തേക്ക് വരാൻ അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യില്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ ഇപ്പോഴത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും.